കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് സംസാരിച്ച ഒന്ന് രണ്ട് പേരുടെ ചിന്തകളിൽ നിന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്കുള്ള ഒരു സബ്ജക്റ്റ് കണ്ടെടുത്തത്. ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞത്, സാറേ അവധി ദിവസങ്ങളൊക്കെ പേടിയാണ്, അവധി ദിവസങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ രാവിലെ ഒരു വൈകുന്നേരം വരെ സംഘർഷമാണ്, ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ സമ്മതിക്കത്തില്ല, അവധിയാണെന്ന് പേരേ ഉള്ളൂ, ഒരു ഗുണവുമില്ല, 24 മണിക്കൂറും വഴക്കാണ്. ഇതാണ് ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞത്. ഇത് അതുപോലെ തന്നെയാണ് ഒരു കൺസൾട്ടേഷൻ ആവശ്യപ്പെട്ട് വന്ന ഒരു ലേഡി പറഞ്ഞത്. അവർക്ക് അവധി ദിവസങ്ങളാകുന്നത് പേടിയാണ്. അവർ വീട്ടിലിരിക്കുന്ന ഒരു ഹോം മേക്കറായിട്ടുള്ള ഒരു ലേഡിയാണ്. അവർക്ക് അവധി ദിവസം പേടിയാണ്. കാരണം വീട്ടിൽ ഭയങ്കര സംഘർഷാവസ്ഥകളാണ്, വീട്ടിൽ ഒരു സ്വൈര്യവും ഇല്ല, ഒരു നല്ലൊരു ആഹാരം ഉണ്ടാക്കിയാൽ പോലും അത് സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ടും കഴിക്കാനുള്ള ഭാഗ്യമില്ല സാർ. ഇങ്ങനെ ഉള്ള ഒരവസ്ഥയാണ്. ഇതെന്തു വീടാണ്. പലപ്പോഴും നമ്മുടെ ഭവനങ്ങളൊക്കെ കൂടുതൽ സംഘർഷഭരിതമാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, ഇന്ന് എല്ലാവരും ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിലാണ് ജീവിക്കുന്നത്. എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ടാർഗറ്റുകളും ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷനും ഭയങ്കരമായിട്ടുള്ള പ്രഷറും ഭയങ്കരമായിട്ടുള്ള എക്സ്പെക്റ്റേഷനും ഇതൊക്കെ വന്നുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ മെൻ്റൽ ഇമോഷണൽ ഹെൽത്തിലൊക്കെ വലിയ തകരാറുകളുണ്ട്. ശാരീരികമായ അസ്വസ്ഥതകളും പലതുണ്ട്, അത് കാരണം ഉണ്ടാകുന്ന മെൻ്റൽ ഇഷ്യൂസും ഉണ്ട്, ഹോർമോണലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിൻ്റെ സ്വസ്ഥതയും സമാധാനത്തെയൊക്കെ നമ്മളറിയാതെ തന്നെ ബാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിലെ വീടിനുള്ളിലെ ആശയവിനിമയം കുറച്ചുകൂടെ സമൃദ്ധവും സന്തോഷവും ഉള്ളതാക്കാം? അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. വീടിനുള്ളിലെ സംഭാഷണം ഇന്ന് പലർക്കും ഒരു വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാക്കുന്നതാണ്. പലപ്പോഴും വീട്ടിലകത്തേക്ക് വരാൻ തന്നെ ഭയപ്പെടുന്ന ആൾക്കാരുണ്ട്. വീട്ടിൽ വന്നാൽ തന്നെ അന്യോന്യം സംസാരിക്കാത്തവരുണ്ട്. കഴിവതും ഒരുമിച്ചിരുന്ന് സംസാരിക്കാനൊക്കെ പ്രയാസമുള്ളവരുണ്ട്. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ കുടുംബ ബന്ധങ്ങൾ വളരെയധികം മോശമാകുന്നു, ഭവനത്തിനുള്ളിലെ അന്തരീക്ഷം മോശമാകുന്നു. ഇതൊക്കെ കണ്ടു വളരുന്ന കുട്ടികൾ കുടുംബജീവിതത്തെ പോലും പേടിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം. എങ്ങനെ നമുക്ക് വീടിനുള്ളിലെ സംഭാഷണങ്ങളും വീടിനുള്ളിലെ ആശയവിനിമയങ്ങളും കുറേ കൂടെ ഒന്ന് മെച്ചപ്പെടുത്താം? എല്ലാവരും പരിശ്രമിക്കണം. എങ്കിലും ഒരാളെങ്കിലും അതിന് പരിശ്രമം ഇട്ടാൽ തുടർന്ന് മറ്റുള്ളവരിലേക്ക് അത് ചെല്ലും എന്നുള്ളതാണ് പലപ്പോഴും മനസ്സിലാക്കുന്നത്. നമുക്ക് വീടിനുള്ളിലെ സംഭാഷണങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ ഏറ്റവും പ്രധാനമായൊരു കാര്യം നമ്മൾ എന്തു പറയുന്നു എന്നുള്ളതല്ല, എന്തു പറയുന്നു, വാട്ട് വി ടോക്ക് എന്നുള്ളതിനേക്കാളും കൂടുതൽ അതിൻ്റെ ടോണും ടൈമും വളരെ പ്രധാനമാണ്. ഇത് വളരെ ക്രിറ്റിക്കലായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, പക്ഷെ അതെങ്ങനെയായിരുന്നു പറഞ്ഞത്, എപ്പോഴായിരുന്നു പറഞ്ഞത്, ഇതൊക്കെ വളരെ ഒന്ന് സൂക്ഷിക്കാമെങ്കിൽ നമുക്കറിയാം. പലപ്പോഴും നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് സമയമല്ലാത്ത സമയത്ത് പറയുന്നതും ശരിയല്ലാത്ത ടോണിൽ സംസാരിക്കുന്നതും. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പറഞ്ഞതിൻ്റെ ആ സെൻറ്റൻസിൻ്റെ ഒരു വാല്യൂവിൽ രക്ഷപ്പെടാനൊക്കെ നമ്മൾ സ്വയം ശ്രമിക്കാറുണ്ട്. എന്തിനാണ്? നമുക്ക് മെച്ചപ്പെട്ട ജീവിതമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ സമയവും സന്ദർഭവും ഒക്കെ വളരെ ആലോചിച്ച് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ ആ ടോണൊക്കെ പരസ്പരം സ്വീകരിക്കാൻ പറ്റുന്ന നിലയിലുള്ള ഒരു ടോൺ. നമുക്ക് എത്ര കണ്ട് കണക്ഷനുണ്ടോ അത്ര കണ്ട് നമുക്ക് കറക്ഷനും പോസിബിളാണ്. അപ്പോൾ എത്ര കണ്ട് വൈകാരികമായ നല്ല ബന്ധത്തിലും സ്നേഹത്തിലും ഇരിക്കുന്നോ നമുക്ക് തിരുത്തലുകളും വളരെ എളുപ്പമായിരിക്കും. നേരെ മറിച്ച് അത് അകലും തോറും തിരുത്തലുകളും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതായി മാറും. അപ്പോൾ ഏറ്റവും പ്രധാനമായൊരു കാര്യം നമ്മൾ പരസ്പരം ബഹുമാനിക്കുക എന്നുള്ളതാണ്. എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു അന്തരീക്ഷമാണ് കുടുംബജീവിതത്തിൽ വേണ്ടത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര ബഹുമാനത്തോടുകൂടി ഇടപഴകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ വിവാഹം കഴിച്ച കാലത്ത് അവർ രണ്ടുപേരും ഇഷ്ടപ്പെട്ട് മനസ്സിലാക്കി വിവാഹം കഴിക്കുന്നു. അതിന് ശേഷം പരസ്പരം വളർത്തേണ്ടത് നമ്മൾ തന്നെയാണ്. പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനുമുള്ള കാരണങ്ങൾ സൃഷ്ടിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. അപ്പോൾ പരസ്പരം ബഹുമാനിക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി അങ്ങനെ നമ്മൾ പരസ്പരം വളർത്തുകയും അതിന് ഗുണമേന്മകൾ വളർത്തുകയും ഒക്കെ ചെയ്തില്ലെങ്കിൽ പരസ്പര ബഹുമാനത്തിനുള്ള സാധ്യത കുറയും. ആ സാധ്യത തിരിച്ചറിഞ്ഞ് നമ്മൾ സ്വയം നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കണം. നമ്മൾ സ്വയം നമ്മളെ വളർത്തുക. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പലയിടത്തും സംഭവിക്കുന്നത് തന്നെ ജോലിയിലൊക്കെ വലിയ സ്ട്രെസ്സാണ്. ഇപ്പോൾ ജോലിയിലെ സ്ട്രെസ്സിന് വീട്ടിലുള്ളവരെന്ത് പിഴച്ചു? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജോലിയിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നതിൻ്റെ കാര്യം നമ്മൾ ജോലിയിൽ അപ്ഡേറ്റ് ചെയ്യാത്തതും ജോലിയിലെ കാര്യങ്ങൾ പഠിക്കാത്തതും അല്ലെങ്കിൽ നമുക്ക് ചേരാത്ത ജോലികൾ നമ്മൾ ചെയ്യുന്നതും ഒക്കെ ആയിരിക്കാം. അവിടെയൊക്കെ ഷോർട്ട് റണ്ണിൽ വീട്ടിൽ വരുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ എന്നും അതിൻ്റെ പേരിൽ വീട്ടിലുള്ളവർ
പ്രയാസപ്പെടുത്തുക എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ലോങ് റണ്ണിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതും ചെയ്യാൻ പറ്റുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ മാറുകയോ അല്ലെങ്കിൽ നമുക്കിപ്പോഴുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയോ ചെയ്താൽ നമുക്ക് വീട്ടിൽ സന്തോഷത്തോടെ വരാനും രാവിലെ വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ ഓഫീസിലേക്ക് പോകാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ കൂടും എന്നുള്ളതാണ് പ്രത്യേകമായൊരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ആയിരിക്കും മറുപടി പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് കാര്യമെന്ന് കൃത്യമായി മനസ്സിലാക്കാതെ മറുപടി പറയുന്നതൊക്കെ ഒരു ആശയവിനിമയത്തിലെ വലിയൊരു തകർച്ചയാണ്. ആശയവിനിമയത്തിൻ്റെ ഒരു കാതൽ എന്ന് പറയുന്നത് ലിസണിങ് ആണ്. നമ്മൾ എന്താണ് കേട്ടത് അത് വളരെ പ്രധാനം. എന്താണ് ഈ പറയാൻ ശ്രമിക്കുന്നത് മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ ഒരു വാക്കോ ആദ്യത്തെ ഒരു സെൻറ്റൻസോ കേട്ടിട്ട് പ്രജുഡിസ്ഡായിട്ട് മറുപടി പറയാനൊക്കെ ശ്രമിക്കുന്നത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇതൊക്കെ തന്നെയാണ് കുട്ടികളും കേട്ട് വളരുകയും കുട്ടികൾ ഇത്തരത്തിൽ ഇമ്പൾസീവായിട്ട് പ്രതികരിക്കുന്ന സ്വഭാവം അവരിലും ഉണ്ടാകുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ പ്രായമുള്ളവരെങ്ങനെയാണ് വീട്ടിൽ സംസാരിക്കുന്നതെന്നൊക്കെയുള്ളതാണ് കുട്ടികളും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. മൂന്നാമതായിട്ടൊരു കാര്യം, നമുക്ക് കഴിയുന്നത്ര ശാന്തമായി സംസാരിക്കാൻ ശ്രമിക്കുക. തുടക്കത്തിലെ ബഹളം വെച്ചുകൊണ്ട് ഒരു കാര്യത്തോട് റിയാക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ശാന്തമായി പറയുന്നതിൻ്റെ ഒരു ഗുണം പലപ്പോഴും ഈ ബഹളം വെച്ച് പറഞ്ഞാൽ ഉണ്ടാവില്ല. ബഹളം വയ്ക്കുമ്പോൾ കൂടി വന്നാൽ നമ്മൾ മറ്റുള്ളവരെ പേടിപ്പിക്കുകയോ അവരുടെയും കൂടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ നാളെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കാനോ ഒക്കെ ആയിരിക്കും അവരെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമുക്ക് ഗുണം കിട്ടുന്നത് ശാന്തമായി പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കുമ്പോഴാണ്. നമ്മളെ കൂടെ ജീവിക്കേണ്ട ആൾക്കാർ പരസ്പരം അങ്ങനെ ശാന്തമായി സംസാരിക്കാൻ ശീലിച്ചു കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ ഒരു അസറ്റായിരിക്കും, ഒരു സംശയമില്ല. നാലാമത്തെ ഒരു കാര്യം, വ്യക്തിയെ കുറ്റപ്പെടുത്താതെ പ്രശ്നത്തെ കുറ്റപ്പെടുത്തുക, അതാണ് നല്ലത്. എന്താണ് അവിടെ വ്യക്തിയാണോ കുറ്റപ്പെടുത്തേണ്ടത്? ഒരു ഉപ്പ് കൂടിപ്പോയി, ഒരു കറിക്കകത്ത് ഉപ്പ് കൂടിപ്പോയെങ്കിൽ ആ കറിയുടെ ഉപ്പ് കൂടിപ്പോയതിനെ കുറ്റപ്പെടുത്തി ആ വ്യക്തിയെ അടച്ച് ആക്ഷേപിക്കാതിരിക്കുകയും ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം. പലപ്പോഴും ഈ വീട്ടിലെ സംഭാഷണങ്ങളിൽ നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് നമ്മൾ വ്യക്തിയാണ് കൂടുതലായിട്ടും കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത്. വ്യക്തികളിലെയൊക്കെ നമുക്കറിയാമല്ലോ, അവർക്കൊക്കെ എന്തും വേണ്ടി കഴിവുണ്ട്. ഇനിയും അവർക്കും മെച്ചമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം സ്വയം ഏറ്റെടുത്ത് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇന്നത്തെ കാലത്ത് രണ്ടുപേരും ജോലിയൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ എല്ലാ ജോലിയും കൂടെ ഒരാളുടെ തലയിൽ വെച്ചിട്ട് അവരെ കുറ്റം പറയാനിരിക്കുന്നതൊക്കെ വളരെ ബാലിശവും വളരെ നികൃഷ്ടവുമായ പ്രവർത്തനങ്ങളാണ്. നേരെ മറിച്ച് അവർക്ക് കുറ്റം ഉണ്ടാകാൻ സാധ്യത വരുന്ന അവരൊരുപാട് പ്രഷേർഡാകുമ്പോഴാണ്, അവരൊരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഇതിലെവിടെയൊക്കെയാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഇത് കുട്ടികളും കണ്ടു വളരുമ്പോൾ, കുട്ടികളും ചെറിയ പ്രായത്തിൽ തന്നെ ഒരാൾ കൂടുതൽ പ്രഷേർഡാകുന്നെന്ന് കാണുമ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പഠിക്കും. അത് ചെറിയ പ്രായം മുതലേ കുട്ടികൾ വീട്ടിൽ കണ്ടു വളരേണ്ട ഒരു സാഹചര്യമാണ്. ഇതങ്ങനെയല്ല, ഒരാൾ മാത്രം എല്ലാം ചെയ്യുന്നു, ബാക്കിയുള്ളവരെല്ലാം അതിൻ്റെ പ്രിവിലേജ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീടുകൾ ഇന്ന് ധാരാളമുണ്ട്. ഇന്നും മാറിയിട്ടില്ല മലയാളി ഭവനങ്ങൾ എന്നുള്ളത് വളരെ ട്രാജഡിയുള്ളൊരു കാര്യമാണ്. പലപ്പോഴും അമ്മമാരാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത്. ചില വീടുകളിൽ അത് അച്ഛന്മാരാണ്. ആരായാലും കൂടുതൽ പ്രഷേർഡാകുമ്പോൾ അവർ പൊട്ടിത്തെറിക്കാനോ ഒരു ബഹളം വയ്ക്കാനോ ഒക്കെയുള്ള സാധ്യതകൾ കൂടും. അതിനുള്ള അവസരങ്ങൾ കഴിവതും ഇല്ലാതാക്കാൻ അത്തരം ട്രിഗറിങ് പോയിൻറ്റുകൾ. ഒരാൾക്ക് സുഖമില്ല, അപ്പോൾ ആ സുഖമില്ലാത്ത ആളിനെ അന്നേരം ഒന്ന് കെയർ ചെയ്യുക. ഒരാൾ അസ്വസ്ഥനാണ്, ആ സമയത്ത് അവരെ ഒന്ന് സമാധാനമായിട്ട് വിടുക. ഇങ്ങനെയൊക്കെയുള്ള മനസ്സിലാക്കിയുള്ള ഒരു രീതിയൊക്കെ വീടുകളിൽ അവലംബിക്കുമ്പോൾ ഇത് കുട്ടികളും കണ്ടുപഠിക്കുകയും അവരും അത്തരത്തിൽ അച്ഛനെന്താ വേണ്ടേ, അമ്മയ്ക്ക് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്ന മക്കൾ, അങ്ങനെയുള്ള എമ്പതിയുള്ള വീടുകളിലാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അതുപോലെ വളരെ പ്രധാനമായ ഒരു കാര്യമാണ് ഈ പഴയ കാര്യങ്ങൾ എപ്പോഴും എടുത്തിടുക. പഴയ കാര്യങ്ങൾ കൊണ്ടുവന്ന് അപ്പോൾ ഈ പാസ്റ്റിൽ ജീവിക്കുന്ന അത് വലിയ ട്രാജഡിയാണ്. പഴയ കാര്യങ്ങളെടുത്ത് എപ്പോഴും വീണ്ടും കൊണ്ടുവന്ന് പുതിയ സാധ്യതകളെയും പുതിയ അവസരങ്ങളെയും പുതിയ മനസ്സിലാക്കലുകളെയും പുതിയ തുടർച്ചകളെയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് ഈ പഴയ കാര്യങ്ങളൊരു തടസ്സം തന്നെയാണ്. വീണ്ടും നമ്മൾ പഴയതിലോട്ടാണ് പോകുന്നതെങ്കിൽ എന്ത് പുതുമയാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്? പഴയ കാര്യങ്ങൾ പലപ്പോഴും എടുത്തുകൊണ്ട് വരുന്ന ഒരു പ്രകൃതം പലർക്കും ഉണ്ട്. മാനസികമായിട്ട് ഈ കുറഞ്ഞ നിലവാരത്തിൽ നിൽക്കുന്നവരാണ് ഈ പഴയ കാര്യങ്ങൾ എപ്പോഴും എടുത്തുകൊണ്ട് വരുന്നത്. കുറ്റപ്പെടുത്താനായിട്ടൊക്കെ അത് ഒരു കാര്യവുമില്ല. നമുക്ക് പുതിയതിലേക്കാണ് സഞ്ചരിക്കേണ്ടത്. ലൈഫ് മസ്റ്റ് ഗോ ഫോർവേഡ്, പുറകോട്ടല്ല പോകേണ്ടത്. അതുപോലെ വളരെ പ്രധാനമായ ഒരു കാര്യമാണ് സ്വകാര്യമായ കാര്യങ്ങൾ വെച്ചിട്ട് പരിഹസിക്കാതിരിക്കുക. പലപ്പോഴും പ്രൈവറ്റായിട്ട് ഉള്ള കാര്യങ്ങൾ അത് പരിഹാസത്തിന് പബ്ലിക്കായിട്ട് ഉപയോഗിക്കുക. മറ്റുള്ളവരോട് അങ്ങനെ വളരെ രഹസ്യമായി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെ രഹസ്യമായി വെക്കേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരോട് വിളമ്പുക.
ഇതൊക്കെ കഴിവതും അത്യാവശ്യം അല്ലെങ്കിൽ ഗത്യന്തരമില്ലാത്തൊരവസ്ഥയിൽ അതൊക്കെ ചെയ്യേണ്ട വരുമായിരിക്കും. ആ അവസ്ഥ വരെ കൊണ്ടെത്തിക്കുന്നതിൽ പങ്കാളിക്കും ഒരു പാർട്ടിസിപ്പേഷൻ അതിനകത്തുകൊണ്ട് ഇല്ലെന്നും പറയുന്നല്ലോ. പക്ഷെ ആ തുടക്കത്തിൽ ഇതൊന്നും ഇല്ലാതെ തന്നെ ഇതൊക്കെ പറഞ്ഞ് രസിക്കുന്ന അല്ലെ പറഞ്ഞ് എൻജോയ് ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ മാറ്റിയില്ലെങ്കിൽ കുടുംബ ബന്ധത്തിലെ ആശയവിനിമയത്തിലൊക്കെ ഒരുപാട് തകർച്ചകളുണ്ടാകും. അതുപോലെ വളരെയധികം ദേഷ്യവും അസ്വസ്ഥതയോ പ്രശ്നങ്ങളോ ഉള്ളപ്പോൾ നമ്മൾ കഴിവതും വലിയ സംഭാഷണങ്ങൾക്ക് മുതിരാതിരിക്കുകയാണ് നല്ലത്. നമുക്ക് വലിയ ദേഷ്യത്തോടെ മക്കളുടെ അടുത്തേക്ക് ചെല്ലുക, ഭാര്യയുടെ അടുത്തോട്ടോ ഭർത്താവിൻ്റെ അടുത്തോട്ടോ കഴിവതും ചെല്ലാതിരിക്കുക, ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ദേഷ്യവും ഒക്കെ ഒന്ന് മാറുകയും നമ്മൾ കുറച്ചുകൂടെ ശാന്തമായി അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചിട്ട് എങ്ങനെ ഈ കാര്യത്തിലൊന്ന് ഇടപെടണം, എങ്ങനെയാണ് ഈ കാര്യം ശരിക്കൊന്ന് ചെയ്യേണ്ടത്. ചിലതൊന്നും നമുക്ക് ഇടപെടാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ അത് നമ്മുടെ പങ്കാളിയെ ഏൽപ്പിക്കാം. അങ്ങനെ ഈ ഒരു ഭയങ്കര ദേഷ്യവും അസ്വസ്ഥതയൊക്കെ ഉള്ളപ്പോൾ വായിൽ നിന്ന് പോകുന്ന വാക്കുകളൊന്നും പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ അതുണ്ടാക്കുന്ന ഹർട്ട് അവിടെ നിലനിൽക്കും. കഴിവതും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതൊക്കെ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറേയൊക്കെ നമുക്ക് മെച്ചപ്പെടുത്താനും കുറച്ചൊക്കെയെങ്കിലും നമ്മുടെ വീട്ടിൽ സംഭാഷണം ഒക്കെ ആശ്വാസകരമാവുകയും കുറേ കൂടെ എല്ലാവരും കൂടിയിരിക്കാനൊക്കെ ആഗ്രഹിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ ഒരുമിച്ചൊക്കെ ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ വളരെ പ്ലസൻ്റായിട്ടുള്ള കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആഹാരം പൂർത്തീകരിക്കുന്നത് വളരെ നല്ലതാണ്. ആ സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ആ ഒരു ഭക്ഷണത്തിൻ്റെ സന്തോഷം പോലും ഇല്ലാതാക്കുന്ന പല വീടുകളുമുണ്ട്. അതുകൊണ്ടാണ് കുറേ കഴിയുമ്പോൾ അങ്ങനെ ഒരു തീന്മേശയ്ക്ക് ചുറ്റും ആരും കാണില്ല, ഒറ്റയ്ക്കിരുന്ന് കഴിക്കേണ്ട ഗതികേടിലേക്ക് പലരും പോകുന്നത് എന്തുകൊണ്ടാണ്? മക്കളൊക്കെ പലരും വിദേശത്തേക്കൊക്കെ ഓടിപ്പോകുന്നത് പലപ്പോഴും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ്. കുറച്ചുകൂടെ പ്ലസൻ്റായിട്ട് നമ്മുടെ കുടുംബ അന്തരീക്ഷമൊക്കെ നിലനിർത്താൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ രീതിയിൽ ശ്രമിക്കാം. ഒരാൾ ശ്രമിച്ചാൽ തന്നെ കുറേയൊക്കെ മാറ്റങ്ങളുണ്ടാവും, ഒരു സംശയമില്ല. അതുപോലെ വളരെ പ്രധാനമായ ഒരു കാര്യമാണ് ഒരു പരിഹാരത്തിലേക്ക് വേണം നമ്മൾ സംഭാഷണങ്ങളെ കൊണ്ടുപോകാൻ. പലപ്പോഴും ഒരു വഴക്കിടാനോ ഒരു ബഹളം വയ്ക്കാനോ മറ്റുള്ളവരെ ആക്ഷേപിക്കാനോ ചെറുതാക്കാനോ മറ്റുള്ളവരുടെ മുമ്പിലൊന്ന് വലുതാകാനോ ഒക്കെയുള്ള ഒബ്ജക്റ്റീവ്സാണ് അവിടെയുള്ള. ഈ ലക്ഷ്യങ്ങളാണ് മാറേണ്ടത്. നമ്മൾ കുടുംബത്തിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ഐക്യത്തിനും പ്രശ്നപരിഹാരത്തിനും അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഓരോ കാര്യവും എടുത്തിടുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ് അത് മറന്നു പോകുന്നു. കുടുംബത്തിൽ ഒറ്റയ്ക്ക് ജയിക്കാൻ വേണ്ടിയാണോ കുടുംബത്തിൽ നമ്മൾ കാര്യം? അത് ഡിബേറ്റ് ജയിക്കുകയും തർക്കം ജയിക്കുകയും ഒന്നുമല്ല അവിടെ ആവശ്യം. അവിടെ ആരാണ് വലുതെന്ന് കാണിക്കാനല്ല ശ്രമിക്കേണ്ടത്. എന്താണ് ശരി, നമുക്ക് അതിലേക്ക് കൂടുതൽ പോകാൻ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ഈ പ്രശ്നത്തെ ഒന്ന് അൾട്ടിമേറ്റായിട്ട് പരിഹരിക്കാം, ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അത്തരം ലക്ഷ്യമില്ലാത്ത വീടുകൾ വളരെ മോശമായ അവസ്ഥയിലേക്ക് പോകും. അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പങ്കാളികളുടെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് പറയാതിരിക്കുക. പരസ്പരം പങ്കാളികൾ ബഹുമാനത്തോടെ സംസാരിക്കുകയും കുട്ടികളുടെ മുമ്പിൽ പങ്കാളികളെ ഉയർത്തി തന്നെ നിർത്തുകയും ചെയ്യുക. അമ്മയുടെ ഗുണങ്ങളാണ് മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത്, അച്ഛൻ്റെ ഗുണങ്ങൾ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ. പലപ്പോഴും അതൊന്നും നടക്കുന്നു. പല വീടുകളിലും ഞാൻ കാണുന്ന അച്ഛന്മാരെ വളരെ മോശമായിട്ടും കഴിവില്ലാത്തവരുമായിട്ടുമൊക്കെ കാണുന്ന അനേകം സ്ത്രീകളുണ്ട്. പണ്ട് അമ്മമാരെക്കുറിച്ചായിരുന്നു അങ്ങനെ അച്ഛന്മാരാണ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അത് തിരിച്ച് അച്ഛന്മാരെക്കുറിച്ച് അങ്ങനെ പറയുന്ന ഒരുപാട് അമ്മമാരുണ്ട്. പൊതുവേ അമ്മമാർ ഇച്ചിരി കൂടുതൽ പഠിച്ചവരും മിടുക്കരും ഉയർന്ന ജോലി ചെയ്യുന്നവരും ഒക്കെ ആണെങ്കിൽ അത്തരം വീടുകളിൽ അച്ഛനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്ന പല വീടുകളുമുണ്ട്. അവിടെ വരുന്ന ഒരു ദുരന്തവും കൂടെ ഞാൻ പറയാം. അങ്ങനെ ഉള്ള വീടുകളിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഇതൊക്കെ ആലോചിച്ചാൽ നന്നായിരിക്കും. എപ്പോഴും നമുക്ക് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഇല്ലാത്ത മനുഷ്യരൊന്നുമില്ല. നിങ്ങൾക്കൊരു കഴിവുണ്ടെങ്കിൽ മറ്റേ ആളിന് വേറെ ചില കഴിവുകൾ കാണും. അത് ഒരു കഴിവില്ലാതെ ഒരാൾ മൂലയ്ക്കിരിക്കുന്നെങ്കിൽ നമ്മുടെയും കൂടെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും. ഇതൊക്കെ ഒന്ന് ആലോചിച്ചാൽ നല്ലതാണ്. എല്ലാവരെയും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്താൽ എല്ലാവരെയും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടതൊരു അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷം കൊടുക്കുകയാണ് കഴിവ് കൂടുതലുള്ളവർ ചെയ്യേണ്ടത്. അല്ല ഞാൻ വലിയ കഴിവുള്ള ആളാണ് ബാക്കി ആർക്കും കഴിവില്ല എന്ന് പറയുന്ന ഒരു കഴിവുകേടാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ തിരുത്തി കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തെറ്റ് വന്നാൽ കുട്ടികളുടെ മുമ്പിൽ തന്നെ കുടുംബമായിട്ട് തന്നെ ഇരിക്കുമ്പോൾ ഒരു തെറ്റ് ക്ഷമ ചോദിക്കുന്ന വളരെ നല്ലതാണ്. മക്കളെ ഞാൻ അനാവശ്യമായിട്ടൊന്ന് ബഹളം വെച്ച് പോയി, അല്ലെങ്കിൽ എൻ്റെ കൺട്രോളൊന്ന് നഷ്ടപ്പെട്ടു പോയി. തെറ്റുകളൊക്കെ വരാം, ദേഷ്യമൊക്കെ വരാം, പ്രശ്നങ്ങളൊക്കെ വരാം, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അത് ഒന്ന് ഏറ്റു പറയുന്നതും ഒന്ന് ക്ഷമ ചോദിക്കുന്നതും ഒക്കെ ഒരു ഹൈ ക്വാളിറ്റി പേഴ്സൻ്റെ ഒരു ട്രെയ്റ്റാണ്, ഒരു ഡിഗ്നിറ്റിയാണ്. എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആ സമയത്ത് പെരുമാറരുതായിരുന്നു, ഐ എം സോറി എന്ന് പറയുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അങ്ങനെയുള്ളവരാണ് വലിയ മനുഷ്യർ.
അപ്പോൾ കുട്ടികൾക്കൊരു കാര്യം മനസ്സിലായി, ആ കുട്ടികൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടി. കാരണം പരസ്പര സ്നേഹവും പരസ്പര ബഹുമാനവും ക്ഷമ ചോദിക്കുന്നതുമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് അവർക്ക് മനസ്സിലായി. തെറ്റുകളൊക്കെ വരാമെന്നും അത് തിരുത്തേണ്ടതാണെന്നും അതിനൊരു സോറി പറയുന്ന ഒരു നാണക്കേടല്ലെന്നും ഒക്കെ കുട്ടികൾക്കും മനസ്സിലാകുന്നത് അതിലൂടെയാണ്. അതുപോലെ സ്നേഹവും പരസ്പര ബഹുമാനവും ഒക്കെ കുട്ടികളിൽ വളരുന്നത് മാതാപിതാക്കളുടെ സ്നേഹവും പരസ്പര ബഹുമാനവും ഒക്കെ കണ്ടുകൊണ്ട് തന്നെയാണ്. അവരെത്ര ഡിഗ്നിഫൈഡായിട്ട് ഇടപെടുന്നു, അവരെ ഡിഗ്നിഫൈഡായിട്ട് അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഡിഗ്നിഫൈഡായിട്ട് അവർ രണ്ടുപേരെ എങ്ങനെ വളർത്തുന്നു, ഇതൊക്കെ നോക്കിയിട്ടാണ് കുട്ടികളിലും ആ തരത്തിലുള്ള ക്വാളിറ്റീസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അഭിപ്രായ വ്യത്യാസമൊന്നും തെറ്റില്ല. പക്ഷേ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അതിനെ പരിഹരിക്കുന്നത് വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ടോ ഒരു വ്യക്തിയെ തോൽപ്പിച്ചതുകൊണ്ടോ ഒരു വ്യക്തിയെ ആക്ഷേപിച്ചുകൊണ്ടോ ഒന്നുമല്ല. അത് പരിഹരിക്കേണ്ടത് അവിടെ എന്താണ് അവിടുത്തെ വിഷയം, ആ വിഷയത്തിൻ്റെ ഒരു പരിഹാരത്തിലേക്ക് പോകാൻ ഏറ്റവും ഉചിതമായ ചർച്ചകൾ, ഏറ്റവും ഉചിതമായ രീതിയിലുള്ള സംഭാഷണങ്ങൾ നമ്മൾ ഉപയോഗിച്ച് അതിന് പറ്റുന്നൊരു സമയവും അതിന് പറ്റുന്ന ഒരു ടോണും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് കുട്ടികളും കണ്ടു വളരേണ്ടത്. ഇനി കുട്ടികളോട് സംസാരിക്കുമ്പോഴും വളരെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടികളെ അവരെ മോശമാക്കിക്കൊണ്ട് അവരുടെ കുറ്റങ്ങളും കുറവുകളും വീഴ്ചകളും തോൽവികളും ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് സംസാരിച്ചാൽ കുട്ടികൾ കൂടുതൽ ആത്മവിശ്വാസം ഇല്ലാത്തവരും ഒരു ഡിഗ്നിറ്റി ഇല്ലാത്തവരും ഒരു എസ്റ്റീം ഇല്ലാത്തവരുമൊക്കെ ആയിട്ട് വളർന്നു വരും. നേരെ മറിച്ച് അവരെ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം, അവർക്കൊരു തെറ്റുണ്ട്, അല്ലെങ്കിൽ കുറവുണ്ട്, ഒരു പോരായ്മയുണ്ട്, എങ്ങനെ അതിൽ നിന്ന് അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരു വ്യക്തി വന്നിങ്ങനെ ചോദിക്കുന്ന കേട്ടു, ഇതൊക്കെ മാതാപിതാക്കളോട് പറയേണ്ട കാര്യമുണ്ടോ, ഇതൊക്കെ കുട്ടികളോടങ്ങ് പറഞ്ഞാൽ പോരെ. ഈ കുട്ടികളെന്ന് പറയുന്നത് ഒരു നല്ല പ്രായം വരെ മാതാപിതാക്കളിൽ നിന്നാണ് അവരുടെ പേഴ്സണാലിറ്റിയെ ഒരുക്കിയെടുക്കുന്നത്, അവരുടെ മെൻ്റൽ ഹെൽത്തിനെ ഒരുക്കിയെടുക്കുന്നത്, അവരുടെ ഇമോഷണൽ ഹെൽത്തിനെ ഒരുക്കിയെടുക്കുന്നത്, അവരുടെ ഫിസിക്കൽ ഹെൽത്തിനെ ഒരുക്കിയെടുക്കുന്നത്. ഇതെല്ലാമാണ് അവരുടെ അടിസ്ഥാനം. ആ അടിസ്ഥാനം ഉണ്ടാക്കേണ്ട സമയത്ത് കുട്ടികൾക്കെല്ലാം കൊടുക്കേണ്ടത് പേരൻസ് തന്നെയാണ്. ആ പേരൻസ് നേരെ ആയില്ലെങ്കിൽ, ഞാൻ കുട്ടികളുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു 28 വർഷമായിട്ട് കുട്ടികൾക്ക് വേണ്ടിയാണ് ഇൻസൈറ്റ് മിഷൻ എന്ന ഒരു പ്രസ്ഥാനം തുടങ്ങി അതിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. കുട്ടികളെ കുറേ കൈകാര്യം ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മാതാപിതാക്കളെ അധ്യാപകരെ ഒരുക്കാതെ കുട്ടികൾക്കൊരു അടിസ്ഥാനമില്ല. ആ അടിസ്ഥാനമില്ലാത്ത കുട്ടികളിൽ നമുക്ക് മേളോട്ടൊന്നും ഒരു എലിവേഷനും പണിയാൻ പറ്റില്ല. ഇത് പലരും മനസ്സിലാക്കിയാൽ നല്ലത്. എല്ലാവർക്കും ഒന്നും മനസ്സിലാക്കാൻ വേണ്ടിയല്ല. വേറൊരാൾ ഇതിനൊരു കമൻ്റായിട്ട് ഇട്ടതെന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഗാണ്. തീർച്ചയായിട്ടും ഇത് ഒരാശയത്തെ പൂർണ്ണമായിട്ടും കൺവേ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ടൈറ്റിലിൽ ഒരു ആശയമുണ്ട്. ആ ആശയം ഒന്ന് കൺവേ ചെയ്യാനായിട്ട് ഒരു നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് തന്നെ, അതിനുവേണ്ടി ഒന്ന് സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്ത് തന്നെയാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ അത് ഇച്ചിരി സ്ലോ ആകാം, സ്പീഡാകാം, അതൊക്കെ കേൾക്കാൻ ക്ഷമയും മറ്റും ഉള്ളവർ അത് കേൾക്കുക. ധാരാളം പേര് കേൾക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ പോസിറ്റീവായിട്ടുള്ള കമൻസ് എനിക്ക് കിട്ടുന്നുണ്ട്. ഒത്തിരി പേര് ഫോൺ വിളിച്ചും അല്ലാതെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഇത്തരം കമൻസൊന്നും ഞാൻ അത്ര മൈൻഡ് ചെയ്യുന്നില്ല. എങ്കിൽ പോലും ഒരുപാട് പേര് എന്നോട് പറയുന്നത്, സാർ ഞങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കേൾക്കുന്നത്. വളരെ നല്ല കാര്യം. ആ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാനും ഇതുപോലുള്ള ഒരുപാട് ടോക്കുകൾ കേൾക്കാറുണ്ട്. അത് ആ ആശയങ്ങളൊക്കെ എനിക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇതൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത വളരെ മിടുക്കരായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല. അവർക്ക് എപ്പോഴും അത് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇതിൽ വളരെ പോസിറ്റീവായിട്ട് സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങൾ കൂടുതൽ ഇതിൽ എൻഗേജ് ചെയ്യുക, കമൻസൊക്കെ എഴുതുക, കൂടുതൽ ആൾക്കാരിൽ ഇത് എത്തിക്കുക, കൂടുതൽ പേര് ഇത് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. ഈ ഒരു കമ്മ്യൂണിറ്റി വളരാൻ സഹായിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കുടുംബജീവിതത്തിലെ ആശയവിനിമയത്തിൽ കൂടുതൽ സംതൃപ്തിയും സമാധാനവും നേരുന്നു. എല്ലാവരും ഇഷ്ടത്തോടെ വീട്ടിലേക്ക് ഓടിച്ചെല്ലുന്ന, അവധി ദിവസങ്ങൾ കുടുംബമായിട്ടിരുന്ന് ചെലവഴിക്കുന്ന ദിനങ്ങളിലേക്ക് യാത്രയാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഹാപ്പി ലിവിങ്.